വിചാരിക്കാത്ത സമയത്ത് ഒരു കോഴ്സ് എടുത്തു, അത് ക്ലിയർ ചെയ്തു, ഇപ്പൊ ഒരു ജോലിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പേര് പ്രജിത പ്രജ്വലൻ. ഞാനിവിടെ എൻട്രിയുടെ ജൂനിയർ എഞ്ചിനീയർ കോഴ്സ് എടുത്തിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് എൻട്രിയുടെ ATC ജൂനിയർ എക്സിക്യൂട്ടീവിൻ്റെ കോഴ്സിലേക്കാണ് ഞാൻ എടുക്കുന്നത്. റാൻഡംലി ഇൻസ്റ്റയിൽ ഒരു ആഡ് വരുന്നതാണ്, എൻക്വയറി ചെയ്തു. അപ്പം എൻട്രിയിൽ നിന്ന് എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ വിളിച്ചിരുന്നത് വാണി മിസ്സാണ്. അപ്പം മിസ്സാണ് പറഞ്ഞത്, എന്തായാലും സിവിലാണല്ലോ, അപ്പം ATCയിലേക്ക് പോകണ്ട, നമുക്ക് എന്താണെങ്കിലും ഉടനെ RRB വിളിക്കും, അപ്പം ആ കോഴ്സ് എടുക്കുക, അതാകുമ്പം ഓവർസിയർ എക്സാംസും എഴുതാം, ATC എഴുതണമെങ്കിൽ അതിലേക്കും നമുക്ക് കുറച്ച് കിട്ടും. അന്നങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല ഒരിക്കലും ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് ജോബ് കിട്ടി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്തായാലും കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വീക്ക് സ്പോട്ട് ഏതാണ്, സ്ട്രോങ് ഏതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ചെറിയ ചെറിയ ക്വിസസ് ഉണ്ട്, അപ്പം അതൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കും. മാക്സിമം കുറേ എക്സാംസ്, ഇപ്പോൾ മോഡൽ എക്സാംസ് ഒക്കെ ആണെങ്കിൽ ആ എക്സാമിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും അപ്ലോഡ് ആവുമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ മോഡൽ എക്സാംസും ഈ ചെറിയ ചെറിയ ക്വിസസ് ഒക്കെയാണ്. അപ്പം അത് അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇനിയും പ്രിപ്പയർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ദിൽഷ മിസ്സിൻ്റെ മെൻ്റർ സപ്പോർട്ടാണ്. മിസ്സിനൊരു വലിയ താങ്ക്സ് പറയാനുണ്ട്. ഇപ്പോഴും മിസ്സിനെ എപ്പോൾ വെച്ച് കഴിഞ്ഞാലും മിസ്സ് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സോൾവ് ചെയ്ത് തരാം. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, പഠിക്കുന്നുണ്ടോ, പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, കോഴ്സ് എവിടെ വരെയായി എന്നൊക്കെ അന്വേഷിക്കുമായിരുന്നു. അപ്പം ഞാൻ മിസ്സിന് മെസ്സേജ് ചോദിച്ചു. മിസ്സിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ എക്സൈറ്റ്മെൻറ്റിനെ കാട്ടി ഒരുപാട് ഹയർ ആയിരുന്നു. മിസ്സ് ജയിച്ച സന്തോഷത്തിലാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം.